ഒരു സിനിമാ കഥ പോലെയാണ് ഡൽഹിയിലെ ശ്രദ്ധ വൽക്കർ കൊലപാതകം. ഓരോ ദിവസവും പുറത്തുവന്നത് മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിയ സംഭവങ്ങൾ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ സ്വന്തം പെൺസുഹൃത്തിനെ കൊന്നുതള്ളി. പ്രതി അഫ്താബ് കൊല്ലപ്പെട്ടവളുടെ കാമുകൻ അല്ലെങ്കിൽ ലിവിംഗ് പാർട്ട്ണർ. മെയ് 18-നാണ് 26-കാരി ശ്രദ്ധ ഡൽഹി മെഹ്റോളിയിലെ ഫ്ളാറ്റിൽ കൊല ചെയ്യപ്പെട്ടത്. മുംബൈയിലെ ഒരു കോൾ സെന്ററിൽ ജോലി ചെയ്തു വരികയായിരുന്നു ശ്രദ്ധ. അഫ്താബും ശ്രദ്ധയും പരിചയപ്പെട്ടു, സുഹൃത്തുക്കളായി. സൗഹൃദം പ്രണയത്തിനു വഴിമാറി. ഒരുമിച്ച് താമസിക്കാൻ ഇരുവരും തീരുമാനിച്ചു. ശ്രദ്ധയുടെ വീട്ടുകാർ തീരുമാനം എതിർത്തു. പക്ഷേ ശ്രദ്ധയും അഫ്താബും തീരുമാനത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല. ഡൽഹിയിലെ മെഹ്റോളിയിലുള്ള ഫ്ളാറ്റിൽ താമസമാക്കി. തുടക്കത്തിൽ സന്തോഷകരമായ ജീവിതം. വിവാഹം കഴിക്കണമെന്ന് ശ്രദ്ധ അഫ്താബിനോട് ആവശ്യപ്പെട്ടു. ആദ്യമൊക്കെ അഫ്താബ് ചോദ്യങ്ങളിൽ നിന്നും പിന്മാറി. പിന്നീട് വിവാഹം കഴിക്കണമെന്ന സമ്മർദ്ദം ശക്തമായി. പ്രണയിനിയെ കൊലപ്പെടുത്താൻ അയാൾ തീരുമാനിച്ചു. ശ്രദ്ധയെ കഴുത്തുഞെരിച്ചു കൊലപ്പെടുത്തി. ശേഷം ശരീരഭാഗങ്ങൾ മുറിച്ച് 35 കഷ്ണങ്ങളാക്കി. മൃതദേഹം സൂക്ഷിക്കാനായി മാത്രം പുത്തൻ റെഫ്രിജറേറ്റർ വാങ്ങി. ഓരോ ദിവസവുമായി ഡൽഹി നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ മൃതദേഹാവശിഷ്ടങ്ങൾ മറവു ചെയ്തു. മെഹ്റോളിക്ക് സമീപമുള്ള കുറ്റിക്കാടുകളിൽ ശരീരാവശിഷ്ടങ്ങൾ കൊണ്ടിട്ടുവെന്ന് പ്രതി സമ്മതിച്ചു. ശ്രദ്ധയെ ഫോണിൽ കിട്ടാതായതോടെയാണ് അടുപ്പക്കാർക്ക് സംശയം ജനിക്കുന്നത്. മകളെ കാണാനില്ലെന്നും തട്ടിക്കൊണ്ടുപോയെന്ന സംശയമുണ്ടെന്നും പിതാവ് വികാസ് വൽക്കർ ഡൽഹി പോലീസിന് പരാതി നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ശ്രദ്ധ ജീവനോളം സ്നേഹിച്ച പങ്കാളി തന്നെയാണ് അവളുടെ ജീവനെടുത്തതെന്നും വ്യക്തമായത്. പ്രതിയെ തിരിച്ചറിഞ്ഞതിനു ശേഷം അഫ്താബിനെയും കൊണ്ട് ഡൽഹി പോലീസ് മെഹ്റോളിക്ക് സമീപമുള്ള കാടുകളിലും മറ്റും തിരച്ചിൽ തുടങ്ങി. പ്രാഥമിക തിരച്ചിലിൽ 13 ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു. അസ്ഥികളായിരുന്നു കൂടുതലും ലഭിച്ചത്. ശരീരഭാഗങ്ങൾ തെരുവ് നായകൾക്കും നൽകിയതായി അഫ്താബ് ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി. ശ്രദ്ധയെ കൊല ചെയ്യണമെന്ന ലക്ഷ്യത്തോടെയാണ് ഡൽഹിയിലെ മെഹ്റോളിയിൽ ഫ്ളാറ്റ് എടുത്തത്. മരണത്തിന് ഏതാനും ദിവസം മുൻപ് മാത്രമാണ് ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തത്. ഡൽഹിയിൽ എത്തുന്നതിന് മുൻപ് ഹിമാചൽ പ്രദേശിൽ ഇരുവരും പോയിരുന്നു. അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാളുടെ ഡൽഹിയിലെ ഛത്തർപൂരിലെ വീട്ടിലും ഇരുവരും കുറച്ചു ദിവസം താമസിച്ചിരുന്നുവെന്ന് കണ്ടെത്തി. അമേരിക്കൻ TV സീരീസായ ഡെക്സ്റ്റർ അടക്കമുള്ള ക്രൈം ത്രില്ലറുകൾ കണ്ടാണ് ശ്രദ്ധയുടെ കൊല ആസൂത്രണം ചെയ്തത്. മകളുടെ കൊല ലവ് ജിഹാദാണെന്ന് സംശയിക്കണമെന്ന ആരോപണവുമായി പിതാവ് രംഗത്തെത്തി. അഫ്താബിന് വധശിക്ഷ നൽകണമെന്നും വികാസ് വൽക്കർ ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ ഫുഡ് ബ്ലോഗറായും അഫ്താബ് പ്രവർത്തിച്ചിരുന്നു. തലസ്ഥാനത്ത് ഒരു കോൾ സെന്ററിൽ ജോലി ചെയ്തിരുന്ന അഫ്താബ് ശ്രദ്ധയെ കൊന്ന ശേഷം മറ്റൊരു യുവതിയുമായും അടുപ്പത്തിലായെന്ന് അന്വേഷണത്തിനൊടുവിൽ പോലീസ് വ്യക്തമാക്കി. ശ്രദ്ധയുടെ വെട്ടിനുറുക്കിയ മൃതദേഹം ഫ്രിഡ്ജിലുള്ളപ്പോൾ തന്നെ ഈ യുവതിയെ വീട്ടിൽ നിരവധി തവണ കൊണ്ടുവന്നു. ശ്രദ്ധയെ പരിചയപ്പെട്ട ഡേറ്റിംഗ് ആപ്പ് വഴി തന്നെയാണ് ഡൽഹി സ്വദേശിനിയെയും കണ്ടുമുട്ടിയത്. കൊലയ്ക്ക് ശേഷം ശ്രദ്ധയുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ കൃത്യമായി അടച്ചു. രാജ്യതലസ്ഥാനത്തെ നടുക്കിയ അരും കൊലയിൽ ഓരോ ദിവസവും തെളിവുകൾ തേടുകയായിരുന്നു പോലീസ്. ശ്രദ്ധയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയും കൊത്തിനുറുക്കിയ ശരീരഭാഗങ്ങൾ കൊണ്ടുപോകാൻ അഫ്താബ് ഉപയോഗിച്ച ബാഗും തിരഞ്ഞു പോലീസ്. കൊല ചെയ്യുന്നതിന് ഒരാഴ്ച മുൻപും ശ്രദ്ധയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്ന് അഫ്താബ് കുറ്റസമ്മതം നൽകി. അതേസമയം അഫ്താബിന്റെ മാനസിക നില പരിശോധിക്കാനും പോലീസ് തീരുമാനിച്ചു. ശ്രദ്ധയെ കൊലപ്പെടുത്തിയ ശേഷം കൊത്തിയെറിയാൻ ഉപയോഗിച്ച മൂർച്ചയുള്ള കത്തി ഛത്തർപൂരിലെ ധൻമില്ലിന് സമീപമുള്ള കുറ്റിക്കാട്ടിലെറിഞ്ഞുവെന്ന് അഫ്താബ് മൊഴി നൽകി. ഇവിടെ ആദ്യ പരിശോധനയിൽ ഒന്നും ലഭിച്ചില്ല. ശരീരഭാഗങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്കെത്തിച്ചത് ബാക്ക് ബാഗിലാണ്. ആ ബാഗ് ഓഗസ്റ്റിൽ ഉപേക്ഷിച്ചുവെന്ന് മാത്രം പോലീസിന് മൊഴി നൽകി. അപ്പോഴൊന്നും ആ ബാഗ് കണ്ടെത്തിയില്ല. കൊല ചെയ്യപ്പെട്ട ശ്രദ്ധയുടെ ഫോണും കണ്ടെത്താൻ സാധിച്ചില്ല. കോൾ ഡേറ്റ റെക്കോർഡുകളും മറ്റും ലഭിച്ചു. എന്നാൽ അവ സാഹചര്യ തെളിവുകൾ മാത്രമായിരുന്നു. കൊല ചെയ്യപ്പെടുമ്പോൾ ശ്രദ്ധ ധരിച്ചിരുന്ന രക്തക്കറ പുരണ്ട വസ്ത്രങ്ങളും കാട്ടിൽ കളഞ്ഞുവെന്ന് മൊഴി നൽകി. ഇവയ്ക്കു പുറമെ മെഹ്റോളിയിലെ ഫ്ളാറ്റിൽ ശ്രദ്ധ ഉപയോഗിച്ചിരുന്ന മറ്റു വസ്തുക്കളും കണ്ടെത്താൻ സാധിച്ചില്ല. ഫ്ളാറ്റിലുണ്ടായിരുന്ന ഫ്രിഡ്ജിൽ 3 മാസത്തോളമാണ് ശ്രദ്ധയുടെ ശരീരഭാഗങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ഇവ പൂർണ്ണമായും ഉപേക്ഷിച്ച ശേഷം കഴുകി വൃത്തിയാക്കിയിരുന്നു ഫ്രിഡ്ജ്. ഉടലും വൃക്കയുമാണ് ആദ്യം നീക്കം ചെയ്തത്. മൃതദേഹത്തിന്റെ തല അപ്പോഴും ലഭിച്ചില്ല. അതേസമയം മെയ് 18-ന് ഒരാഴ്ച മുൻപും ശ്രദ്ധയെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നതായി അഫ്താബ് ഡൽഹി പോലീസിനെ അറിയിച്ചു. എന്നാൽ അന്നുണ്ടായ വഴക്കിനൊടുവിൽ ശ്രദ്ധ വികാരഭരിതയാവുകയും പൊട്ടിക്കരയുകയും ചെയ്തു. തുടർന്ന് ശ്രമം ഉപേക്ഷിച്ചുവെന്നാണ് അഫ്താബ് അറിയിച്ചത്. കാമുകിയെ കഴുത്തുഞെരിച്ചു കൊന്ന അഫ്താബ് എന്ന കുറ്റവാളിയുടെ കൂടുതൽ സ്വഭാവ വൈകൃതങ്ങളാണ് പിന്നീട് പുറത്തുവന്നത്. കൊന്ന കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ദിവസവും ശ്രദ്ധയുടെ മുഖം ഫ്രിഡ്ജ് തുറന്ന് നോക്കി നിൽക്കുന്ന വൈകൃതം. കരിച്ച് മുഖം വികൃതമാക്കിയ നിലയിൽ പിന്നീട് ഉപേക്ഷിച്ചു. ശ്രദ്ധാക്കൊലക്കേസിൽ നിർണായക തെളിവ് പോലീസിന് ലഭിച്ചു.
20,000 ലിറ്റർ വെള്ളം സൗജന്യമായി ലഭിക്കുന്ന ഡൽഹിയിൽ അഫ്താബിന് മാത്രം വെള്ളത്തിന് 300 രൂപ കുടിശ്ശിക. കൊലപാതകത്തിന് ശേഷം ഫ്ളാറ്റ് വൃത്തിയാക്കാൻ ഉപയോഗിച്ചതാണോ ഈ വെള്ളമെന്ന് പോലീസ് സംശയിച്ചു. തെളിവുകളെല്ലാം വിദഗ്ധമായി അഫ്താബ് ഇല്ലാതാക്കി. വ്യത്യസ്ത സിം കാർഡുകൾ ഉപയോഗിച്ച് നിരവധി പെൺകുട്ടികളുമായി സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. ഡൽഹി കൊലപാതകത്തിൽ നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. വിജനമായ തെരുവിലൂടെ രാത്രിയിൽ കയ്യിൽ ബാഗുമായി അഫ്താബ് നടന്നു പോകുന്ന ദൃശ്യങ്ങൾ, വെട്ടിനുറുക്കാൻ അഫ്താബ് അമീൻ ഉപയോഗിച്ച മൂർച്ചയുള്ള കത്തികളും കണ്ടെത്തി. ഗുരുഗ്രാമിലെ ജോലിസ്ഥലത്തുനിന്ന് കറുത്ത പോളിത്തീൻ ബാഗുകളും കണ്ടെടുത്തു. അതേസമയം ശ്രദ്ധയുടെ ശവശരീരം കൊത്തിനുറുക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന കട്ടിയും മൂർച്ചയുമുള്ള വിവിധ തരത്തിലുള്ള കത്തികളാണ് പോലീസ് കണ്ടെത്തിയത്. ഛത്തർപൂരിലെ ഫ്ളാറ്റിൽ ഒളിപ്പിച്ചിരുന്ന കത്തികൾ അഫ്താബ് തന്നെയാണ് തെളിവെടുപ്പിനിടെ ഡൽഹി പോലീസിന് കാട്ടിക്കൊടുത്തത്. രക്തം ദേഹത്ത് വീഴാതിരിക്കാൻ ഏതാനും അടി മാറി നിന്നാണ് 35 കഷ്ണങ്ങളാക്കി മൃതദേഹം കൊത്തിയരിഞ്ഞത്. തറയിൽ വീണ രക്തക്കറകൾ കഴുകിക്കളയാൻ ലിറ്റർ കണക്കിന് വെള്ളവും പ്രത്യേക ആസിഡും ഉപയോഗിച്ചതായി അഫ്താബ് വെളിപ്പെടുത്തി. ശ്രദ്ധയെ കൊലപ്പെടുത്തിയ ദിവസം അഫ്താബ് എന്ന കുറ്റവാളി വലിയ അളവിൽ മരിജുവാന ഉപയോഗിച്ചിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. മെയ് 18 രാത്രി 9-നും 10 മണിക്കുമിടയിലാണ് ശ്രദ്ധയെ അഫ്താബ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. മരണമുറപ്പാക്കിയ ശേഷം നേരം പുലരുന്നതുവരെ അഫ്താബ് എന്ന സൈക്കോപാത്ത് ശ്രദ്ധയുടെ മൃതശരീരത്തെ നോക്കി ലഹരി ഉപയോഗിച്ച് അരികിലിരുന്നു.